ഹലോ ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ സമയം ആവശ്യം ഉണ്ടായിരിക്കുള്ളൂ. അതേപോലെ തന്നെ ഇതിന് നമ്മളുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഈ പഴം നമുക്ക് അത്യാവശ്യം നല്ല പോലെ പഴുത്ത പഴമായിരിക്കണം, എന്നാലാണ് നമുക്കിത് ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ പഴം ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ പഴം 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ പുഴുങ്ങാൻ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുഴുങ്ങാൻ വെക്കാം. വേണമെങ്കിൽ നമുക്ക് ഫുള്ളാക്കിയിട്ട് തന്നെ പുഴുങ്ങാൻ വെക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് പുഴുങ്ങാൻ വെക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് പുഴുങ്ങാൻ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറായി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഒരു 2 കഷ്ണാക്കിയിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ പഴം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടോ മുഴുവനായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇത് ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ ഒരു റൈസ് കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ അവിടെ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പുഴുങ്ങിയെടുക്കാം. പക്ഷേ പുഴുങ്ങിയെടുക്കുമ്പോൾ നല്ലപോലെ വെന്ത് കിട്ടണം. അപ്പോൾ ആ ലെവലിൽ നിങ്ങളിത് പുഴുങ്ങിയെടുക്കുക. നമ്മുടെ പഴം നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പഴം ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തൊലി മാത്രം കളഞ്ഞിട്ട് നമ്മൾ ഈ പഴം നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂടോട് കൂടി തന്നെ ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പഴം ചൂടാറിയിട്ടുണ്ടായിരിക്കും, അപ്പോഴും വേണമെങ്കിലും ഉടച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് പഴം ഉടച്ചെടുത്തിട്ട് മാറ്റി വെച്ചതിന് ശേഷം മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ ചെയ്താലും പ്രശ്നമില്ല. അപ്പോൾ നമ്മളുടെ ഈ പഴത്തിൻ്റെ ഉള്ളിലത്തെ ആ കറുത്ത ഭാഗമൊന്നും കളയുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ നമ്മൾ പഴം തൊലി മാത്രം കളഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. പിന്നെ നല്ലപോലെ പഴുത്ത പഴമായതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ആവി കയറി വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക പ്രഷറൊന്നും കൊടുക്കണ്ട. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ല പോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മളിത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് അതിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ പഞ്ചസാര നമുക്ക് മെൽറ്റായി കിട്ടും. നമ്മൾ ഡയറക്റ്റ് അത് പഴത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പഞ്ചസാര ഇങ്ങനെ തരിയായിട്ട് കൊടുക്കും. അതുകൊണ്ട് വെള്ളത്തിലിട്ട് അലിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കടലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കടലപ്പൊടി ഇങ്ങനെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി വെള്ളത്തിൽ കടലപ്പൊടി കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കടലപ്പൊടി കലക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കടലപ്പൊടി ഒരു 2 മിനിറ്റ് ഒന്ന് നല്ല പോലെ നമുക്ക് ഈ പഞ്ചസാരയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്തൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇപ്പോൾ കടലപ്പൊടി പഞ്ചസാരയിൽ നല്ലപോലെ മെൽറ്റായതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം കേട്ടോ. വേണമെങ്കിൽ നാളികേരം ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നേരിയൊരു ഫ്ലെയിം മതി. ഇനി നമ്മൾ നാളികേരം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉടച്ച് വെച്ചേക്കുന്ന പഴം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ ഞാൻ. അപ്പോൾ കടലപ്പൊടി കുറുക്കിയെടുത്തതിന് ശേഷം പിന്നീട് ഇവിടെ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളുടെ നേന്ത്രപ്പഴം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ കടലപ്പൊടിയും പഞ്ചസാരയും നാളികേരവും നേന്ത്രപ്പഴവും നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏലക്കപ്പൊടിയൊക്കെ നേരത്തെ തന്നെ നമ്മൾ കുറച്ച് പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ എപ്പോഴെപ്പോഴും പൊടിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ ഏലക്കപ്പൊടി ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെയുള്ള ഒരളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ആദ്യം വെച്ചിരുന്നില്ലേ, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ വെള്ളത്തിലേക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇപ്പോൾ ഏലക്കപ്പൊടിയൊക്കെ മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പഴം നമുക്ക് ആവശ്യത്തിന് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള ഒരു മാവാക്കിയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് റസ്ക് പൊടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിട്ട് നമുക്ക് കിട്ടും. അതായത് നമ്മളിപ്പോൾ പഴമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് നമുക്കിങ്ങനെ കുഴഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് റസ്ക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ കുറച്ച് നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റിന് യാതൊരു കുറവുണ്ടായിരിക്കില്ല. പക്ഷേ നമ്മൾ അധികം തരിതരിപ്പായിട്ട് പൊടിച്ച റസ്ക് പൊടി ഒഴിവാക്കിയിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ച റസ്ക് പൊടി ചേർക്കാനായിട്ട് മാത്രം ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ പഴം ഇപ്പോൾ ഇവിടെ ഒരു മാവ് പോലെ നമുക്കിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ ഇത് പൊരിച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഷാലോ ഫ്രൈയും ഡീപ്പ് ഫ്രൈയും ചെയ്തെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഈ മാവ് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നത്. ഇതൊരു ബോൾ പോലെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതേപോലെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർ ഷേപ്പിലോ കട്ടർ വെച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾ ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഓയിൽ ചൂടായതിന് ശേഷം ഫ്ലെയിം നമ്മൾ നല്ലപോലെ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ മാവ് ഇപ്പോൾ ഇവിടെ ഉരുട്ടി പരത്തിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റും. അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിലേക്ക് വെന്തിട്ടുള്ളതാണ്. പഴമായിക്കോട്ടെ, കടലപ്പൊടി ആയിക്കോട്ടെ, നാളികേരം ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ആവശ്യത്തിന് വേവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഓയിലിൽ നിന്നും കോരിയെടുക്കാം. ഓവർ ടൈം ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ബാച്ച് ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു ബാച്ചിനുള്ള മാവും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഒന്ന് ബ്രൗൺ കളറാക്കിയതിന് ശേഷം നമ്മളിത് കോരിയെടുക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിവിടെ പഴം കൊണ്ടുള്ള ഒരു വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എപ്പോഴും നമ്മൾ നേന്ത്രപ്പഴമൊക്കെ ഉപയോഗിച്ചിട്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മടുപ്പൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് വെറൈറ്റി ആയിട്ട് നമുക്ക് ഇതുപോലത്തെ സ്നാക്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും